ഹരിപ്പാട്ടെ വിഷയത്തിൽ എന്താണ് തീരുമാനം? ചർച്ച കഴിഞ്ഞു. പ്രതികരണം. പണിയുന്നിടം വരെ താൽക്കാലികമായി ഇന്ന് തന്നെ അവർ ഷെഡ് വെച്ച് ചേട്ടന് കൊടുക്കും. അവിടുത്തോട്ടുള്ള കറണ്ട് സംവിധാനം എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അവർ അത് ലീഗലായ എഗ്രിമെന്റ് എഴുതും. ഒരു കോമ്പൻസേഷൻ തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ കോമ്പൻസേഷൻ തുകയ്ക്ക് പകരമായി കെട്ടിടം വെച്ച് തരും, ചേട്ടന്റെ സ്ഥലത്ത് തന്നെ വെച്ച് തരുമെന്നുള്ളത് എഗ്രിമെന്റ് ആക്കി അവർ രജിസ്റ്റർ ചെയ്ത ആ എഗ്രിമെന്റ് തരും. ഇന്ന് തന്നെ ടെമ്പററി വെക്കും. അതിന് സ്വാഭാവികമായിട്ട് മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് പെർമിഷൻ ഒക്കെ എടുക്കണമല്ലോ, സാങ്കേതികമായ കാര്യങ്ങളൊക്കെ. ഇന്ന് തന്നെ അത് എഗ്രിമെന്റ് ആക്കും. ടെമ്പററി ഷെഡും ഇന്ന് തന്നെ വെക്കും. അദ്ദേഹത്തിന് നാളെ തൊട്ട് അവിടെ കടയിൽ വ്യാപാരം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് തന്നെ താൽക്കാലിക കട അവിടെ നിർമ്മിച്ച് അതിന്റെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ അവിടെ പുതിയ കട സ്ഥാപിക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങൾ ശ്രീവത്സം ഗ്രൂപ്പ് ചെയ്യുമെന്ന് ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമുണ്ട്, കൗൺസിലർമാരുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ്, SHOയുടെ സാന്നിധ്യത്തിലാണ് ആ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ യാതൊരു തരത്തിലും ശ്രീവത്സം ഗ്രൂപ്പുമായി ഡയറക്റ്റ് ആണ് നമ്മൾ ചർച്ച നടത്തിയത്. യാതൊരു തരത്തിൽ ഇടനിലക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പലതരത്തിൽ അവരുടെ കാര്യസ്ഥരെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആളുകൾ ഇവിടെ വിലസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഇനി മറ്റുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഇല്ല. ഗ്രൂപ്പുമായി ഡയറക്റ്റ് ആണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ആ ചർച്ചയിൽ തൃപ്തികരമാണ് നിലവിൽ. പിന്നെ അവര് തെറ്റ് സമ്മതിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ വെച്ച ഉപാധികളെല്ലാം തന്നെ അവര് പുറത്തു നിന്ന് അതിന്റെ മാനേജർ, അവരുടെ ബന്ധുവിനെ, കസിന് തന്നെയാണ് ഓണറുടെ, അദ്ദേഹം പുറത്തുപോയി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ വെച്ച അദ്ദേഹത്തോട് ചെയ്തത് തെറ്റാണെന്ന് തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ നിലവിൽ ഈ വ്യവസ്ഥകളെല്ലാം അത് നിയമസാധുതയോടുകൂടി എല്ലാ നിയമ പഴുതുകളും വെച്ചുകൊണ്ടുള്ള വക്കീലന്മാർ തന്നെ തയ്യാറാക്കിയ ഡോക്യുമെന്റോടാണ് എഗ്രിമെന്റ് ഇപ്പോൾ വെക്കാൻ പോകുന്നത്, അവനും ഈ ഓണറും തമ്മിലുള്ളത്. പിന്നെ 2 കേസുകൾ അത് തുടർന്ന് കൊണ്ടുപോകും. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ഇപ്പം അമൃത് പദ്ധതിയിൽ വെച്ചിട്ടുള്ള പദ്ധതി തകർത്തതിനുള്ള, ഹാൻഡ് റെയിൽ ഉൾപ്പെടെ തകർത്തതിനുള്ള കേസും, പിന്നെ അത് PDPP ആക്ട് അനുസരിച്ച് തന്നെ അതിന് നടപടികളായിട്ട് പോലീസ് മുന്നോട്ട് പോകണമെന്നുള്ള, അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ അശോകൻ കൊടുത്തിട്ടുള്ള കേസിലും തൽക്കാലം അത് അദ്ദേഹത്തിന് എതിരെയുള്ള നടത്തിയ അതിക്രമത്തിനെതിരെ അദ്ദേഹം കൊടുത്തുള്ള പരാതി മുന്നോട്ട് കൊണ്ടുപോകും. അതിനകത്തും വിട്ടുവീഴ്ചയൊന്നുമില്ല. ഉറപ്പ് ഞങ്ങൾ അതുവരെ ഉണ്ട്. ഇപ്പൊ ഇത് ചെയ്യുന്നത് ഇന്നിപ്പോ അവര് തന്നെ ഈ വിഷ്ണു എന്റെ മാനേജരെ തന്നെ ആവശ്യപ്പെട്ടാണ് ഞങ്ങളുടെ സാന്നിധ്യത്തിലെ ഈ പൊളിച്ചിട്ടിരിക്കുന്ന സാധന സാമഗ്രികൾ മാറ്റിയിട്ട് വരത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ആധാരം ഉൾപ്പെടെയുള്ളത് അകത്തായിരുന്നു, അതിന്റെ അടിയിൽ കിടക്കുകയാണ്. അത് എടുക്കാൻ നിങ്ങൾ കൂടി നിർത്തി, പൈസയുണ്ട്, ആ ഒരു സ്വർണ്ണമോതിരം ഉള്ളത്, അത് മുഴുവൻ നമ്മുടെ സാന്നിധ്യത്തിലെ അത് മുഴുവൻ എടുക്കത്തില്ല ഒരു ധാരണയും അവർ വാക്കാല് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കറണ്ട്, ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ടതാണ്. ഫ്രിഡ്ജും കറണ്ടും ഒക്കെ ഉണ്ടായിരുന്ന കടയാണ്. താൽക്കാലികമായിട്ട് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ അത് പുറമേയുള്ള ഒരു ധാരണയാണ്. അവർ അവിടുന്ന് കറണ്ട് സപ്ലൈ കൊടുക്കാമെന്നുള്ള ഒരു തീർപ്പും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ എന്തായാലും ടൗണിലുള്ളവരെല്ലാവരും ഇപ്പം ഞങ്ങൾ എന്തായാലും ഇത് അദ്ദേഹത്തിന്റെ ആ സംവിധാനം ഒരുക്കുന്നത് വരെ ഞങ്ങൾ ഈ ടൗണിൽ തന്നെ അശോകനോടൊപ്പം കാണുമെന്നുള്ള ഉറപ്പുകൂടെയാണത്. പിന്നെ ഇന്ന് അടിയന്തര കൗൺസിൽ, ഉച്ചയ്ക്ക് ശേഷമുള്ള അടിയന്തര കൗൺസിൽ വിളിക്കാൻ വേണ്ടി ബഹുമാന ചെയർപേഴ്സന് ഇന്ന് ശ്രീ ചന്ദ്രനും ശ്രീ സജീവ് കെ ജോയും ഒന്നിച്ച് ഒപ്പിട്ട ഒരു അടിയന്തര കൗൺസിലിനുള്ള അപേക്ഷ കൂടി വെക്കുന്നുണ്ട്. ഇന്ന് അടിയന്തര സെക്രട്ടറി ഇല്ലാത്ത സാന്നിധ്യത്തിൽ, സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ ഇതിനകത്തുള്ള നടപടികളായിട്ട് നഗരസഭയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള അന്വേഷണം കൂടി നടത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോകും. ചന്ദ്രൻചേട്ടന് ഞങ്ങൾ അതിനകത്ത് അശോകന് ഇതിനകത്ത് രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഒരു തലമുറയുടെ ഒപ്പം നിന്ന് കളിച്ചു വളർന്ന ആളാണ് അശോകനെ. ഞങ്ങളുടെ ജൂനിയർ ആണെങ്കിലും അശോകന്റെ ജ്യേഷ്ഠനൊക്കെ ഞങ്ങളുടെ ഒപ്പം പഠിച്ചവരാണ്. അശോകൻ ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് വേറൊന്നുമല്ല. അശോകൻ വ്യക്തമായിട്ട് ഒരു പാർട്ടിയുടെ ആളാണെന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ കോൺഗ്രസ് തന്നെ. പക്ഷെ അശോകൻ ഏത് പാർട്ടിയിൽ അനുഭവമുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം. വ്യാപാരി വ്യവസായ സമിതിയുടെ ഒരു പ്രവർത്തനം കൂടിയാണ്. പക്ഷെ അതിനകത്തൊന്നും ഞങ്ങൾക്ക് അതൊന്നും ഒരു ഭാഗമല്ല. ഞങ്ങൾ യുവജന സംഘടനകളും ജനപ്രതികളും അശോകനോടൊപ്പം, അശോകന്റെ നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ അവസാന അറ്റം, ഏതറ്റം വരെ ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. പോലീസ് വീഴ്ച എന്ന് പറയാൻ പറ്റും. പോലീസ് വിശ്വാസം, ബഹുമാനപ്പെട്ട SHO വളരെ മാന്യമായിട്ടുള്ള ഇടപെടലാണ്. പിന്നെ അദ്ദേഹം അറിയാതെയാണ് പുറത്ത് ഈ കുറെ ഗുണ്ടകൾ ശ്രീ ചന്ദ്രൻചേട്ടനെ, സജുവിനെ അവമാനിക്കുന്ന ഒരു സാഹചര്യം വന്നത്. പോലീസ് പക്ഷേ നീതിപൂർവമായ ഒരു അശോകനോടൊപ്പം ഒരു സാധാരണക്കാരനെ സംരക്ഷിക്കുന്നതിനുള്ള രീതി പോലീസിന്റെ ഇടപെടലുണ്ട്. അരമണിക്കൂറിനകം കേസ് എടുത്ത് 2 പരാതിയിലും കേസ് എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ട് SHO. അതെ, അടുത്ത നടപടി കടുത്ത നടപടിയായിട്ട് പോലീസിന് അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് പൊതുമുതൽ പരസ്യമായി നശിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരാളെയാണ് പോലീസ്
അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടിയിലേക്ക് തുടർന്ന് പോലീസ് പോകുമെന്നാണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗുണ്ടാപ്പണി ഹരിപ്പാട് പട്ടണത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഹരിപ്പാട്ടുള്ളത്. ഒരു വ്യക്തിക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നത് ഹരിപ്പാടിന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമാണ്. കൊട്ടേഷൻ ഗുണ്ടാപ്പണി ഒരു കാരണവശാൽ ഈ പട്ടണത്തിൽ ഞങ്ങൾ അനുവദിക്കത്തില്ല. ലഹരി മാഫിയ ഗുണ്ടാ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം ആളുകളെ ഈ മണ്ണിനകത്ത് ഞങ്ങൾ വേരുറപ്പിക്കാൻ ഒരു തരത്തിലും അനുവദിക്കത്തില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഹരിപ്പാട്ട് ആളുകളെല്ലാം അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ അക്കാര്യത്തിൽ മുന്നോട്ട് പോകും. അതെ അതെ തീർച്ചയായിട്ടും. അതെ 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 ഒരു വലിയ മുതലാളി ഒരു കച്ചവടം നടത്തുമ്പോൾ അതിന്റെ കീഴിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾ ഒരു നാരങ്ങാവെള്ള കച്ചവടം നടത്തുമ്പോൾ അല്ലെങ്കിൽ സർവത്ത് കച്ചവടം നടത്തുമ്പോൾ അവനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പൊതുസമൂഹം മുഴുവൻ ഈ പാവപ്പെട്ട അശോകൻ ചേട്ടനോടൊപ്പമാണ്. അത് ശ്രീവത്സം ഗ്രൂപ്പിന്റെ ഭാഗമായി അവിടെ പോയി അവർക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തണമെങ്കിൽ പൊതുസമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത് അശോകൻ ചേട്ടൻ അവിടെ നാരങ്ങാവെള്ളക്കട നടത്തിയെങ്കിൽ മാത്രമേ ആ ശ്രീവത്സം ഗ്രൂപ്പിന് നാളെ ഇവിടെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ തയ്യാറുള്ളൂ എന്ന രീതിയിലാണ് പൊതുസമൂഹം എത്തി നിൽക്കുന്നത്. അത്രത്തോളം അദ്ദേഹത്തിനോട് വൈകാരികമായിട്ടുള്ള അടുപ്പം ഈ നാട്ടിലെ പൊതുസമൂഹത്തിനുണ്ട്. തീർച്ചയായും അദ്ദേഹം അശോകൻ ചേട്ടനോട് അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഞങ്ങൾ അടക്കമുള്ളവർ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചു. അദ്ദേഹം അനുഭാവപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട CI SHO ഷിബു സാർ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഇതിനകത്ത് ഒരു തരത്തിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. എല്ലാം പോസിറ്റീവാണ്. ഇതിനകത്ത് കാരണം ഉചിതമായിട്ട് ഒരു നടപടി വരുമെന്നുള്ള പ്രതീക്ഷ. കാരണം ഓണക്കച്ചവടം വരുന്നത് കാരണം ഒരു വലിയ ഓണക്കച്ചവടം ശ്രീവത്സവത്തെ സംബന്ധിച്ച് വലിയൊരു ഇതാണ്. അതിന് അവർ വിട്ടുവീഴ്ച നടത്തിയത് അവരുടെ ഒരു സമ്മർദ്ദം അതിനുവേണ്ടിയുള്ള. പക്ഷേ ഞങ്ങളുടെ ഈ പൊതുസമൂഹത്തിന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് വലിയൊരു ശക്തി തന്നെയാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം കരുത്ത് പറഞ്ഞ അടുത്തുള്ള ഹരിപ്പാട്ട സമൂഹമാണ്. അശോകന്റെ ഒപ്പം എല്ലാവരും നിൽക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ്. ഈ ശ്രീവത്സത്തിന്റെ സംസാരിച്ചെല്ലാം ധാരണയായിട്ടുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞ ഡിമാൻഡ്സും നമ്മുടെ മനുഷ്യത്വപരമായുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അവർക്ക് ആൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതെല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച സിഐയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് അതെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഒരു ദിവസം കൊണ്ട് എങ്ങനെ കെട്ടിടം നിർമ്മിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു അല്ല, അത് താൽക്കാലിക കെട്ടിടം ഇന്ന് ആ വേസ്റ്റ് മാറ്റിയതിനു ശേഷം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ചെയ്ത് ശരിയായൊരു നടപടിയായിരുന്നു തോന്നുന്നു. ഒരു പാവപ്പെട്ടവന്റെ ഒരു ദിവസത്തെ ജീവിതം നശിപ്പിക്കുന്ന ശരിയായൊരു നടപടിയായിരുന്നു എനിക്ക് തോന്നുന്നു. മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇത്. ആരും മനഃപൂർവ്വം ചെയ്ത് ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഓക്കെ, താങ്ക്സ്. ശ്രീവത്സത്തിന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത്. പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല, ഗുണ്ടാ വിളയാട്ടം അനുവദിക്കില്ല, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന കെട്ടിടങ്ങൾ രണ്ടും കണ്ടില്ലേ? ഒരു വലുതും ഒരു ചെറുതും. ചെറുതിനും വലുതിനും ഓരോ നീതിയല്ല ഈ നാട്ടിലുള്ളത് എന്നത് പൊളിച്ചു കളഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് അശോകനൊപ്പം നിന്ന എല്ലാ അവിടുത്തെ നല്ലവരായ മനുഷ്യരും. അശോകൻ ചേട്ടന്റെ പ്രതികരണമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. ശ്യാംകുമാർ, നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയായിരുന്നു നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ. പിന്നീട് ഒരുപാട് ക്യാമറകൾ വന്നു, ഒരുപാട് മനുഷ്യർ വന്നു. ഒടുവിൽ ഇപ്പോൾ ശ്രീവത്സത്തിന് തെറ്റ് സമ്മതിക്കേണ്ടി വന്നു, ആ തെറ്റ് തിരുത്തേണ്ടി വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും വലിയൊരു നീതി നടപ്പാക്കിയതിൻ്റെ സന്തോഷം നമുക്കുമുണ്ട്. അശോകൻ ചേട്ടനൊപ്പം ഈ നാട് മുഴുവൻ നിന്നു എന്നുള്ളതാണ് അത് ഏറ്റവും അഭിമാനകരമായ കാര്യം. അശോകൻ ചേട്ടനോട് മാത്രം ഒരു കാര്യം ഒന്ന് ചോദിക്കാനുണ്ട്. അശോകൻ ചേട്ടാ, ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഈ നാട് മൊത്തം കൂടെ നിന്നു. എത്രത്തോളം സന്തോഷം? വലിയ സന്തോഷമുണ്ട്. നാട് മൊത്തം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ടാനും വിഷമിച്ചിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ വന്നേനെ. എല്ലാ ഒരു രാഷ്ട്രീയവും ഒന്നും നോക്കാണ് വന്നത്. എല്ലാ ആൾക്കാരും വന്ന് സഹകരിച്ചു. ഇതത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ കോൺഗ്രസ് നിന്നോ BJP നിന്നോ ആരുമില്ല. എല്ലാം ഒരുപോലെ ഒറ്റക്കെട്ടായിട്ടാണ്. അച്ഛനും അമ്മയൊക്കെ കച്ചവടം ചെയ്ത സ്ഥലത്ത് ഇനി അവിടെ തന്നെ ഇരിക്കാം. അത് അതിന് വേണ്ടിയിട്ട് എനിക്കത് മതി. എൻ്റെ സ്ഥാപനം, എൻ്റെ അച്ഛനും അമ്മയുമുള്ള കച്ചവടം നടത്തുന്ന സ്ഥാപനമാണ്. അതിനെ കുറച്ച് അവിടെ തന്നെ ഇരുന്ന് വയ്ക്കുന്നു. വേറെ വരുമാനം എനിക്കില്ല. സന്തോഷമായി. ആ സന്തോഷത്തിന് വിലമതിക്കാനാകാത്ത സന്തോഷമാണ് സുജയ. കാരണം ഒരു പാവപ്പെട്ടവൻ അവൻ്റെ ജീവിതോപാധിയായി കരുതിയ സ്ഥലമാണ്. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു ഗ്രൂപ്പ് വന്ന് പൊളിച്ചങ്ങ് കളയാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഹരിപ്പാട് എന്ന് പറയുന്ന നാടിൻ്റെ ശക്തി എന്താണെന്ന് അവർ മനസ്സിലായി. ഇന്ന് തന്നെ താൽക്കാലികമായി ഒരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം അവിടെ മറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതായാലും അശോകൻ ചേട്ടനെ നീതി ലഭിച്ചിരിക്കുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിലാണ് ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അതിൽ നിയമ നടപടിയുടെ വഴിയെ പോകട്ടെ. ശ്യാംകുമാർ, എന്തായാലും ഈ പ്രഭാതത്തിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു വാർത്തയിൽ ആ മനുഷ്യന് നീതി ഉറപ്പായി. അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അഭിനന്ദനങ്ങൾ. കാരണം പോലീസിനോട് കൃത്യമായ നിർദ്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അശോകൻ ചേട്ടന്റെ രാവിലത്തെ ആ സങ്കടം സന്തോഷത്തിന് വഴിമാറുകയാണ്. ഒരു ദിവസത്തിനകം താൽക്കാലിക ഷെഡ്, പിന്നീട് ആ കട ഇരുന്ന സ്ഥലത്ത് അവിടെ ഇനി നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ നിയമപരമായ നൂലാമാലകളിലൊക്കെ തട്ടിയ മനുഷ്യന് സ്ഥിരം സംവിധാനം ഉണ്ടാകുമോ എന്നതിൽ എനിക്കും സംശയമുണ്ട്. എന്തായാലും ആ നാടെന്നാകെ രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു നിന്നപ്പോൾ അവിടെ നീതി നടപ്പായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ വേണ്ട നീതി. മാധ്യമങ്ങളായാലും ജനപ്രതിനിധികളായാലും ഒന്നിച്ചു നിൽക്കണം നീതി നിഷേധം കാണുന്നത്. Big TV, without fear or favor.